ഇങ്ങോട്ട് നോക്കൂ. എന്തോ ഇല്ല, ഞാൻ വാർത്ത നോക്കിയതാ. അപ്പൊ അതായത് കോടതിയിൽ ചെന്നപ്പോ വക്കീല് ജഡ്ജിയെ തുണി പൊക്കി കാണിച്ചു. ഞാൻ മര്യാദയ്ക്ക് പറയേണ്ട ഒരു സാധനമാണ്, എന്നാലും എങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അത് പിന്നെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി തൊടുപുഴ TK അജൻ കേസ് വാദിച്ചോണ്ടിരുന്നപ്പോ പുള്ളി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഓൺലൈനായി കേസിന്റെ വാദം നടക്കുകയായിരുന്നു. അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കെ പുള്ളി അവിടെ കിടന്ന് ഓൺലൈനിൽ കിടന്ന് ബഹളം വെച്ചപ്പോൾ കോടതി നടപടി തടസ്സപ്പെട്ടു. അദ്ദേഹം കൊല്ലം ബാറിലെ അഭിഭാഷകനാണ് TK അജൻ. കൊല്ലം എന്ത് പറഞ്ഞാലും കൊല്ലത്തേക്ക് എത്തി. എവിടെ പോയാലും കൊല്ലം ഇല്ലാതൊരു കാര്യം നടക്കുന്നത്. അപ്പൊ ഈ TK അജൻ അവിടെ കിടന്ന് ബഹളം വെച്ചു. അപ്പൊ കോടതി 2 പ്രാവശ്യം വാണിംഗ് കൊടുത്തു, അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പൊ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെയും കിടന്ന് ബഹളം വെച്ചു, അലമുണ്ടാക്കി. അതായത് നമ്മൾ ഈ വികൃതികളായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവരോട് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അവർ ഒന്നുകിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നവന്റെ തലയ്ക്ക് റബ്ബർ ബാൻഡ് വെച്ച് അടിച്ചു കൊടുക്കും. അപ്പൊ അവൻ തിരിയും. ചുരുക്കത്തിൽ എന്താ പറയാ, ക്ലാസ് മൊത്തം അവൻ നശിപ്പിക്കും. അമ്മാതിരി ഒരു കക്ഷിയാണെന്ന് തോന്നി TK അജൻ. അപ്പൊ ഈ TK അജനെ അവിടെ കിടന്ന് പിന്നെയും ബഹളം വെച്ചു. 2-3 തവണ കോടതി മജിസ്ട്രേറ്റ് വാണിംഗ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്ത് ഇദ്ദേഹത്തെ ഈ കോൺഫറൻസിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹം കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മജിസ്ട്രേറ്റിനെ തുണി പൊക്കി കാണിച്ചു. ഒരു അഭിഭാഷകനാണെന്ന് ആലോചിക്കണം. ഒരു അഭിഭാഷകൻ ചെയ്ത പരിപാടിയായത്. മജിസ്ട്രേറ്റിനെ തുണി പൊക്കി കാണിച്ചു. അപ്പൊ മജിസ്ട്രേറ്റ് ഇത് കണ്ടില്ല. മജിസ്ട്രേറ്റ് ശ്രദ്ധിച്ചില്ല. മജിസ്ട്രേറ്റ് എടുത്ത് കളയാൻ പറഞ്ഞല്ലോ. കോടതി ജീവനക്കാരി കണ്ടു. കോടതി ജീവനക്കാരി പരാതി കൊടുത്തു. ഇപ്പോൾ അഭിഭാഷകനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തിരിക്കുന്നു. 354 എടുത്തിരിക്കുന്നു. അഭിഭാഷകൻ TK അജൻ എന്ന് പറയുന്ന കൊല്ലം ബാറിലെ അഭിഭാഷകനെതിരെ 354 എടുത്തു. അപ്പൊ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി ഇതാണ്. അത് ഒരു കാരണവശാലും ഒരു കോടതിയിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി. കോടതിയിൽ ചെന്നാൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഫോൺ പോലും ബെല്ലടിക്കാൻ പാടില്ല. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പോലും റിങ് ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ കോടതിയിൽ കയറി നിൽക്കവേ ഫോൺ ബെല്ലടിച്ചപ്പോൾ മജിസ്ട്രേറ്റിന് ദേഷ്യമാണ്. മജിസ്ട്രേറ്റ് പറഞ്ഞു ഇവിടെ സൈഡിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. അവിടെ സൈഡിൽ പോയി നിന്നു. വൈകിട്ട് 5 മണി കോടതി പിരിയുന്നവരവിടെ പിടിച്ചു നിർത്തി. അവിടെ നിൽക്കാൻ പറഞ്ഞു. ഫോൺ അവിടെ മേടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞാൽ അവിടെ സൈഡിൽ ഇരുന്നോണമെന്ന് പറഞ്ഞു. അവിടെ നിന്നു അദ്ദേഹം വൈകിട്ട് 5 മണി വരെ. വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിട്ടത്. അതുപോലെ കോടതി വളരെ ബഹുമാനപൂർവ്വം നമ്മൾ നോക്കിക്കാണുന്ന ഒന്നാണ്. ഇതിപ്പോ കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും ഒരു അഭിഭാഷകന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു കുറ്റകൃത്യം ഉണ്ടായിരിക്കുന്നത്. ഈ അഭിഭാഷകർ എന്ന് പറഞ്ഞാലും ചിലർ പ്രശ്നക്കാരുണ്ട് ഇതിനകത്ത് കേട്ടോ. ചിലർ വളരെ കുഴപ്പക്കാരായിട്ടുള്ള ചിലർ ഇതിനുള്ളിൽ ഉണ്ട്. അത് അവരെ ഇതിനകത്ത് ഉള്ളിലുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരെയും ഭയമില്ല അവർക്ക്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ഇവരുടെ എംബ്ലം ഒട്ടിച്ച വണ്ടികൾ നമ്മൾ പുറകെ നിന്നുകൊണ്ട് ഹോണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവരും മൈൻഡ് ചെയ്യത്തില്ല. അവർക്ക് തോന്നിടത്തൊക്കെ പാർക്ക് ചെയ്ത് കളയും അവര്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നീ കോടതി വരാൻ പറയും. നീ കോടതി വാടാന്ന് പറയും. അങ്ങനെ കയ്യിലിരിപ്പ് ഇവർക്കുണ്ട്. ഇവിടുത്തെ മീഡിയക്കാർക്ക് ആകെപ്പാടെ ഭയമുള്ളത് ഇവരെയാ. തോറ്റുപോയില്ലേ? അടിയുണ്ടില്ലേ? നല്ല അടിയല്ലേ അടിച്ചത് ഇവിടെ വഞ്ചിയൂര്. ഞാനൊരു സുഹൃത്ത് വക്കീലുണ്ട്, അവനോട് സംസാരിച്ചു. പറഞ്ഞു പണി ഞങ്ങൾ കൊടുക്കും. ഇപ്പോഴും കയറാൻ പറ്റില്ല. ഇപ്പോഴും കയറാൻ പറ്റില്ല. ഈ വഞ്ചിയൂർ കോടതിയുടെ അകത്തോട്ട് നമ്മളെ കേട്ടില്ല. ഈ പുള്ളി വഞ്ചിയൂരാ നമ്മുടെ സുഹൃത്ത്. വഞ്ചിയൂർ കോടതിയുടെ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. ഞാനൊരു ദിവസം എൻ്റെ ഒരു അദാലത്തിൽ പിഴ അടയ്ക്കാൻ വേണ്ടി പോയായിരുന്നു. അവിടെ പോയപ്പോൾ ഞാൻ അന്ന് വർക്ക് ചെയ്ത ചാനലിന്റെ ഇവിടെ എംബ്ലം ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ചാനലിന്റെ എംബ്ലം അത് വളരെ ഫേമസ് ആയിട്ടുള്ള ചാനലാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ അതിന്റെ ഒരു എംബ്ലം നന്നായിട്ട് നമുക്കത് വായിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഓർത്തില്ല. ഞാൻ ഇതുകൊണ്ട് അവിടെ കയറിച്ചത് എന്നെ പിടിച്ചു നിർത്തിയവര്. എന്നോട് എന്തിനാ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ അദാലത്തിൽ പൈസ അടയ്ക്കണം. പൈസയൊക്കെ ആ വക്കീലന്മാർ ആരുടെയും കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. നിൽക്കണം എന്ന് പറഞ്ഞൂടെ. അതവിടെ മഞ്ചൂര് പണ്ട് വലിയ പ്രശ്നം നടന്നതല്ലേ. ഭയങ്കര അടിയായിരുന്നു. ഭയങ്കര അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മീഡിയക്കാർക്ക് മൊത്തം അടി മേടിച്ചു. മീഡിയക്കാരെ മൊത്തം അടിച്ചു, വളഞ്ഞിട്ടിടിച്ചു കളഞ്ഞു. മീഡിയക്കാർക്ക് അതുകൊണ്ട് ഇപ്പോഴും അകപ്പാടെ ഭയമുള്ള അവരെ മാത്രമേ ഉള്ളൂ. അവരും മീഡിയക്കാരും തമ്മിൽ ചേർന്ന് പോകത്തില്ല.
പോകത്തില്ല. ചേർന്ന് പോകത്തില്ല. വഞ്ചിയൂർ കോടതിയിൽ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഗേറ്റിന്റെ വെളിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗേറ്റിന്റെ വെളിയിൽ നിന്നിട്ടേ റിപ്പോർട്ട് ചെയ്തുള്ളൂ. വഞ്ചിയൂർ കോടതിയുടെ അകത്ത് പോയി റിപ്പോർട്ട് ചെയ്യില്ല. അഭയ കേസിൽ വിധി വന്നപ്പോൾ പോലും പിന്നെ കോടതിക്ക് വെളിയിലാകുന്നത്, ഗേറ്റിന് വെളിയിൽ. വഞ്ചിയൂർ കോടതിയുടെ അകത്താണല്ലോ CBI കോടതി. CBI കോടതിയിലാണ് അഭയ കേസിന്റെ വിസ്താരവും പിന്നെ വിധിയും ഒക്കെ തന്നെ പറഞ്ഞത്. അപ്പോഴും ഇത് പുറത്താ നിന്നത്. അപ്പൊ കോടതിക്ക് അകത്തൊരു അഭിഭാഷകൻ ചെയ്തിരിക്കുന്ന പണിയാണ് മജിസ്ട്രേറ്റിനെ തുണി നോക്കി കാണിക്കുക, അതും ഡിജിറ്റൽ എവിഡൻസ് കൊടുക്കുക. ഓൺലൈൻ ആയതുകൊണ്ട് ഡിജിറ്റൽ എവിഡൻസാ. ഇനി ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മാപ്പ് പറഞ്ഞ് തടി വീരാനും പറ്റൂല. ഈ കോടതിയിൽ ഇത് സ്ഥിരമായിരുന്നു. ഈ കോടതി ഈ പിന്നെ ഇത് കിടക്കുന്ന സമയത്ത്, ഏതാ കൊറോണ ഉള്ള സമയത്ത് ഒരു സംഭവം അറിയാമോ? ഒരു കോടതി ഒരു ഇതുപോലെ വീഡിയോ കോൺഫറൻസ് നടക്കവേ ഒരു പിന്നെ അഭിഭാഷകൻ ഇരുന്ന് മദ്യപിക്കുക, കേസ് വാദിക്കുന്നു. പുള്ളി കേസും വാദിക്കുന്നുണ്ട്, വാദം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഒപ്പം മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്. കോടതി പിടിച്ച് പുറത്താക്കി. പിന്നെ ഒരു അഭിഭാഷകൻ ചെയ്ത പരിപാടി ഓൺലൈനായിട്ട് വന്നിട്ട് വീഡിയോ കോൺഫറൻസ് ആത്മഹത്യാ ഭീഷണി മുഴക്കി. ആത്മഹത്യാ ഭീഷണി മുഴക്കി കളഞ്ഞു. ഇത് എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ്. പോലീസിലുണ്ടല്ലോ, പോലീസിൽ കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ പോലീസ് അസോസിയേഷൻ അതിന്റെ വീഡിയോ പുറത്തു വന്നു. പോലീസ് അസോസിയേഷന്റെ പിന്നെ വീഡിയോ കോൺഫറൻസ് മീറ്റിംഗ് നടക്കവേ, സമ്മേളനത്തിന്റെ വീഡിയോ കോൺഫറൻസ് നടക്കവേ രണ്ട് SI-മാര് അടിച്ച് ഫിറ്റായിട്ട് തെറി പറഞ്ഞു. വീഡിയോ കോൺഫറൻസ് വന്നിരുന്നിട്ട് DGP വരെ തെറി വിളിച്ചു. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്ത് DGP? അങ്ങനെയൊന്നുമല്ല. മദ്യപിക്കുന്നവർക്ക് എല്ലാവരും പ്രശ്നക്കാരല്ല, ചിലർ പ്രശ്നക്കാരാണ്. ചിലർക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ തോന്നും. ചിലരങ്ങനെ തീരെ സംസാരിക്കാതെ പോകുന്നവരുമുണ്ട്. ലജ്ജാശീലരായിട്ടുള്ള ആളുകൾ, പിന്നെ നാണമായിരിക്കും മൊത്തത്തിൽ. ഇൻട്രോവേർട്ടുകളുണ്ട്. ചിലർക്ക് എവിടെയെങ്കിലും ചെന്നിരുന്ന് ഉറങ്ങിയാൽ മതി. ചിലർക്ക് എവിടെയെങ്കിലും ചെന്ന് കിടന്ന് ഉറങ്ങണം. ചിലർ ഉറക്കത്തില്ല, ശല്യമായിരിക്കും. നാട്ടുകാരല്ല, വീട്ടിനും ചുറ്റും കറങ്ങി നടക്കും. വീട്ടില് ചിലര് പാട്ട് പാടും, നല്ല മനോഹരമായ പാട്ട് പാടിക്കൊണ്ട് പോകുന്നവരുണ്ട്. ചിലർക്ക് നാട്ടുകാരെ ഒക്കെ അറിയിക്കണം, ഞാൻ ഇത്തിരി കഴിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റോഡേ പോയി നാട്ടുകാരെയൊക്കെ പൂരപ്പാട്ട് പാടി തെറി പറഞ്ഞുകൊണ്ട് പോകും. ആരെന്നൊന്നും ഇല്ലാതെ ഇങ്ങനെ നാട്ടുകാരെയൊക്കെ തെറി പറഞ്ഞ് അവർക്കൊരു ആനന്ദം അത്. അതേസമയം വേറെ ചിലർ പ്രശ്നക്കാരാണ്. അവർക്ക് പോയി പിന്നെ ഭാര്യ എടുത്തിട്ട് ഇടിക്കണം, അമ്മായിയമ്മയെ തെറി പറയണം, പിന്നെ നാട്ടുകാരെ അയൽക്കാരെ തെറി പറയണം. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നക്കാരുണ്ട്. എനിക്ക് തോന്നി ഈ അജൻ ആ കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങനെ നാട്ടുകാരെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളാൽ ആനന്ദിക്കുക എന്ന് പറയും. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആനന്ദിക്കുക. ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിറ്റേന്ന് കുറ്റബോധം തീർക്കും. ഇവർക്ക് മദ്യപിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പിറ്റേ ദിവസം നേരെ വെളുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈ ആൽക്കഹോളിക് വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവും. ആൽക്കഹോളിക് വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് ഭയം, നിരാശ, ദുഃഖം, ചെയ്ത പ്രവർത്തികളിലുള്ള ആശങ്ക, ആരെങ്കിലും തന്നെ ആക്രമിക്കുമോ എന്നുള്ള പേടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈ ആൽക്കഹോളിക് വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകുമ്പോൾ ഈ ഇത്തരത്തിലുള്ള കുഴപ്പക്കാർക്ക് ഇദ്ദേഹം ഇത് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഇതിരുന്ന് കുറ്റബോധത്തോടെ നോക്കുമായിരിക്കും. കുറ്റബോധം കാരണം വീണ്ടും പോയി അടിച്ചും കാണും. നമ്മുടെ ഈ ചർച്ചയും കൂടെ പുള്ളി കാണട്ടെ. ഈ ചർച്ചയും കൂടെ പറയാൻ പറ്റില്ല, കൊണ്ട് കേസ് കൊടുത്തുള്ള കോടതി തരാൻ പറയും. ഞാനും കുറച്ചാൾ കുറച്ചാളെ കഴിയുമ്പോൾ ഇതൊക്കെ ഇട്ടോണ്ട് അങ്ങോട്ട് പോണ്ടതാ, ഓട്ടുകിട്ട് പോണ്ടതാ. അഭിഭാഷകരുടെ നെഞ്ചത്ത് കയറിയിട്ടാ നീ അന്ന് ഇവിടെ ഇരുന്നിട്ട് അഭിഭാഷകരെ എല്ലാം കുറ്റം പറഞ്ഞവനാണ് എന്നൊരു സാധനം പറയും. അപ്പൊ ഏതായാലും തെളിവുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. തെളിവുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് ദേഷ്യം വരും. കോടതി വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഗുരുതരമല്ലേ കോടതി എന്ന് പറയുന്നത്? എന്താ ബഹുമാനിക്കേണ്ട സംവിധാനം. അത് അവരുടെ തൊഴിലിടം കൂടല്ലേ, അവരുടെ തൊഴിലിടം. നമ്മൾ നമ്മുടെ തൊഴിലിടത്തിൽ ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുത്തത്. ഈ അഭിഭാഷകർ എല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറയുന്നില്ല, പക്ഷെ അതിലെ ഇങ്ങനെയുള്ള കുഴപ്പക്കാർ കുറെ പേരുണ്ട്. അവർക്ക് ആരെയും പേടിയില്ല, പോലീസിനെ പേടിയില്ല, ജനങ്ങളെ പേടിയില്ല, ആരെയും പേടിയില്ല. അവർക്ക് തോന്നിയ പോലെയൊക്കെ കാണിക്കും. നമ്മൾ ചോദിക്കാൻ ചെന്നാൽ പറയും നീ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറയും. എന്നാ നീ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറയും. കേസ് കൊടുക്കാനുള്ള ധൈര്യം എന്താ? അവർക്ക് സ്വന്തമായി വാദിക്കാം. നമുക്ക് അവരെപ്പോഴും കോടതി ഉള്ളതുകൊണ്ട് അവർക്ക് കോടതി ഇരിക്കാം. നമുക്ക് അങ്ങനെയാണോ? നമുക്ക് ജോലിക്ക് പോകണ്ടേ? അവരുടെ തൊഴിലിടം അതാണ്. ഈ പോലീസിന് പേടിയാ അവരെ, പോലീസിന് പേടിയാ. പോലീസിന് പേടിയെന്ന് വെച്ചാൽ പോലീസ് ഇങ്ങനെ നോക്കും. പോലീസ് ഇവരോട് വലിയ പ്രശ്നത്തിന് പോകത്തില്ല. ഈ മീഡിയക്കാരും അഭിഭാഷകരും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ പോലീസ് അഭിഭാഷകർക്കൊപ്പം നിന്നത്. അഭിഭാഷകർക്ക് വേണ്ടിയാ നിലപാടെടുത്ത പോലീസ്. കാരണം പോലീസിനെ അങ്ങനെ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ കോടതിക്കകത്ത് വരും. എന്തെങ്കിലും ഒരു ദിവസം കോടതിക്കകത്ത് ഇദ്ദേഹം കയറി ചെന്നാലേ ഇദ്ദേഹത്തെ എടുത്ത് ഉടുക്കും അവര്. എന്തായാലും നമുക്ക് വളഞ്ഞിട്ട് ആക്രമിച്ചോളെ. ഇത് നമുക്ക് നോക്കാം. അജന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ശരി.